വരുമെന്നുള്ളം കാത്തിരിപ്പൂ പൊന്തുമന്ദഹാസവുമായി വിണ്ണിൻ വാതിൽ തുറന്നു വരൂ. ദിവ്യകാരുണ്യനായകനേ, വരുമെന്നുള്ളം കാത്തിരിപ്പൂ പൊന്തുമന്ദഹാസവുമായി വിണ്ണിൻ വാതിൽ തുറന്നു തരൂ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. എന്റെ ആത്മത്തിനില്ലായ്മയിൽ എന്റെ അകതാരിൻ വല്ലായ്മയിൽ എന്റെ ആത്മത്തിനില്ലായ്മയിൽ എന്റെ അകതാരിൻ വല്ലായ്മയിൽ സർവമേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവമേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. ഈശോയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടി അവിടുത്തെ മാത്രം നോക്കിക്കൊണ്ട് അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് ചേർന്ന് ആരാധിക്കുവാനും അവിടുത്തെ സ്നേഹിക്കുവാനുമായി നമ്മൾ ഈ സമയം ഒത്തുചേർന്നിരിക്കുകയാണ്. ഈശോയെ സ്നേഹിക്കാനായി, ഈശോയുടെ സ്നേഹത്തെ പ്രതി അവിടുത്തെ ആരാധിക്കാനായി ഈ സമയത്ത് യുവജന ഹൃദയങ്ങൾ ഈശോയ്ക്ക് മുന്നിൽ ആയിരിക്കുകയാണ്. ഈശോയ്ക്ക് കൊടുക്കാൻ എൻ്റെ ജീവിതത്തിലുള്ളത് അത് അവിടുന്ന് തന്ന വലിയ ജീവനാണ്. ഈ ജീവശ്വാസമാണ് എന്നെ ഇപ്പോൾ അങ്ങയുടെ പക്കലേക്ക് അടുപ്പിക്കുന്നത്. വലിയ കൃപകൾ നൽകി, വലിയ അനുഗ്രഹങ്ങൾ നൽകി, സകല വിധത്തിലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ 1 മണിക്കൂർ നേരമായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. ഈശോയെ,
ഈ സമയമൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ്. വലിയ കൃപകൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. വലിയ കൃപകൾ കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ദിവ്യകാരുടെ നാഥൻ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്നതുവരെ ഞങ്ങൾ അസ്വസ്ഥരാണ്. ദിവ്യകാരുടെ നാഥൻ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് വരെ ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈശോയെ, അനുദിന ദിവ്യബലിയിലൂടെ കാരുണ്യമായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോയെ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ ഞങ്ങൾക്ക് സ്വസ്ഥത തരുന്ന ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്കറിയാം അങ്ങ് ലോകത്തിലേക്ക് വന്നത് വലിയൊരു രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാനാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടിരിക്കുന്ന ഇങ്ങനെയാണ്: God's people in God's plan under God's rule. God's people in God's plan under God's rule. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവം നൽകുന്ന നിയമങ്ങൾ അനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാണ് ദൈവരാജ്യത്തിലെ അംഗങ്ങൾ. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തികൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ദൈവരാജ്യത്തിലുള്ളത്. അങ്ങനെയുള്ള ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് യുവജന ഹൃദയങ്ങൾ. ഈശോ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കും ആ ദൈവരാജ്യത്തിൽ കടന്നു വന്നുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി തീർക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ, ദിവ്യനായക സവിതേ, ദിവ്യനായക സവിതേ. ഈശോയെ, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൽ അങ്ങക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളായി തീരണമെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിലെ വലിയവനാകാനുള്ള വലിയ ഒരു ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ. അങ്ങനെയെങ്കിൽ ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക? ആരാണ് ദൈവരാജ്യത്തിലെ വലിയവൻ? വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അതുപോലെ തന്നെ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകരുമായിരിക്കണം. ദൈവരാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ ഒരു ശിശുവിനെ പോലെ ചെറുതാകണം. അതുപോലെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. വീണ്ടും തീർന്നില്ല. മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെ കാണുന്നു: എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? ഈശോയുടെ ഇഷ്ടം. ഈശോയുടെ കൽപ്പനകൾ പാലിച്ച്, ഈശോയെ അനുസരിച്ച്, ഈശോ അനുകരിച്ച്, ഈശോയെ സ്നേഹിച്ചുള്ള ആ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. തീർന്നില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: പ്രമാണങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. പ്രമാണങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഞാൻ നിങ്ങളുമൊക്കെ ഇന്നത്തെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഈശോയെ, എന്നെ സ്വർഗരാജ്യത്തിലെ ഒരു അംഗമാക്കി തീർക്കണമേ. സ്വർഗരാജ്യത്തിലെ മക്കളായി ഞങ്ങളെ മാറ്റണമേ. അതിനാരാണ് നമുക്ക് മാതൃക? നമ്മുടെ കൺമുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥൻ തന്നെയാണ് അതിന് മാതൃക. ഈശോയാണ് അതിന് മാതൃക. ഈശോയെ, അങ്ങേ മാതൃക പിഞ്ചുന്നുകൊണ്ട് എളിമയോടെ, വിനയത്തോടെ, ക്ഷമയോടെ,
മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷകനായി തീർന്ന അങ്ങയുടെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായ ഈശോയെ അനുകരിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും സ്വർഗരാജ്യത്തിൻ്റെ മക്കളാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിൻ്റെ മക്കളാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിൻ്റെ മക്കളാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾ ഈ സമയം അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ, ദിവ്യനായക സവിതേ, ദിവ്യനായക സവിതേ, ദിവ്യനായക സവിതേ. ഈശോയുടെ മുമ്പിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗരാജ്യത്തിലെ വലിയവരാക്കി, സ്വർഗരാജ്യത്തിലെ മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ, ഞങ്ങളെ രൂപപ്പെടുത്തണമേ, ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ. നല്ല ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വലിയ പ്രാർത്ഥനയോടുകൂടി ഈശോയോടൊപ്പമായിരിക്കാൻ നമുക്ക് ഈ സമയങ്ങളെല്ലാം നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈശോയെ സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള സുവിശേഷ ഭാഗങ്ങളിൽ നാം ഇപ്രകാരം ഒരു സംഭവം വായിക്കുന്നുണ്ട്. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ ജനങ്ങളോടും ശിഷ്യന്മാരോടുമായിട്ട് ഇപ്രകാരം ചോദിക്കുന്നു: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ജനങ്ങൾ ഇപ്രകാരം മറുപടി നൽകി: മനുഷ്യപുത്രൻ സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതാണ്. ചിലർ പറഞ്ഞു, മനുഷ്യപുത്രൻ ഏലിയായാണ്. ചിലർ പറഞ്ഞു, മനുഷ്യപുത്രൻ ജെറമിയായാണ്.
ഈശോ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിക്കുന്നു. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് വളരെ വിനയത്തോടു കൂടി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. സ്നേഹമുള്ളവരെ, അതെ, ആ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ നമ്മുടെ സന്നിധിയിൽ ആഗതനായിരിക്കുന്നു. നമ്മുടെ മുൻപിൽ വളരെ എളിയവനായി, വലിയ സ്നേഹത്തിൻ്റെ ഭാവമായി നമ്മുടെ സന്നിധിയിൽ ആഗതനായിരിക്കുന്നു. നമുക്ക് അവിടുത്തെ ആരാധിക്കാം, നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് അവിടുത്തെ ആഴമായി വിശ്വസിക്കാം, വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും നടക്കാത്തതിൻ്റെയും ഒരു മൂല കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അഭാവമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അതെ, വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയിൽ വിശ്വസിക്കാൻ അങ്ങയുടെ സഹായം കൂടാതെ സാധിക്കുകയില്ല. ഈശോയെ, അങ്ങ് പത്രോസ്ലീഹായോട് ഇപ്രകാരം അരുളി ചെയ്തല്ലോ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നത്. അതേ ഈശോയെ, അങ്ങ് ദൈവപുത്രനാണെന്നുള്ള കാര്യം പത്രോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തിയത് ഈശോയെ അങ്ങ് തന്നെയാണല്ലോ. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ സഹായം കൂടാതെ അങ്ങയുടെ വിശ്വാസം ഞങ്ങളുടെ വർദ്ധിക്കുകയില്ല. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ, അങ്ങേ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണ്. ഈശോയെ, ആ വിശ്വാസം ഞങ്ങളിൽ രൂഢമൂലമാക്കണമേ. ഈശോയെ, അങ്ങ് എല്ലാ ദിവസവും, എല്ലാ സമയവും, എല്ലാ നിമിഷങ്ങളും ഞങ്ങളോടൊത്ത് വസിക്കുന്നു, ഞങ്ങളോടൊത്ത് ചരിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അവബോധം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളിലും ഞങ്ങളുടെ ജീവിത തകർച്ചകളിലും എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട്. പക്ഷേ ഈശോയെ, ആ സാന്നിധ്യം അനുഭവിക്കാൻ അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് സാധ്യമല്ല. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹന്മാർ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 9-ാം തിരുവചനം, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. സ്നേഹമുള്ള യുവാക്കളെ, നമ്മുടെ ജീവിതം തിരക്ക് നിറഞ്ഞതാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. പക്ഷേ സ്നേഹമുള്ള യുവാക്കളെ, നമ്മൾ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമുണ്ട്. അത് തിരുവചനമാണ്. തിരുവചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശോഭനമായി തീരുന്നത്.
ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, നമ്മുടെ ചേതനകളിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറുന്നതാണ്, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ വിവേചിക്കുന്നതാണ്. സ്നേഹമുള്ള യുവാക്കളെ, തിരുവചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, വിശ്വാസവും തിരുവചനവും ഒരേപോലെ പ്രാധാന്യമേറിയതാണ്. ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങൾക്ക് വചനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കണമേ. ഈശോയെ വചനാഭിഷേകം നൽകണമേ, വിശ്വാസത്തിൻ്റെ വരം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ അങ്ങയുടെ ആ വലിയ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങയെ താഴ്ന്ന സ്വരത്തിൽ ആരാധിച്ച് വാഴ്ത്തുന്നു. നമുക്ക് ചെറിയ സ്വരത്തിൽ അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ചെറിയ സ്വരത്തിൽ യേശുവേ സ്തുതി എന്ന് നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കാം. തുടർന്ന് വരുന്ന ഗാനത്തോടുകൂടി അവിടുത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ആവർത്തിച്ച് പാടാം. ഈശോയേ 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 എന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ചേർന്ന് പാടാം. ഈശോയേ ഈശോയേ എന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒരിക്കൽ കൂടി. ഈശോയേ ഈശോയേ എന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയേ ഈശോയേ എന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അഭിഷേകം നൽകണമേ. ഈശോയേ ഈശോയേ എന്നിൽ അഭിഷേകം ചൊരിയണമേ. അഭിഷേകം ചൊരിയണമേ. എന്നിൽ അഭിഷേകം ചൊരിയണമേ. ഈശോയേ 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 എന്നിൽ അഭിഷേകം ചൊരിയണമേ. ഈശോയേ 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 എന്നിൽ അഭിഷേകം ചൊരിയണമേ. സമാധാനം നൽകണമേ. ഈശോയേ ഈശോയേ
എന്നിൽ സമാധാനം നൽകണമേ. ഈശോയേ ഈശോയേ എന്നിൽ സമാധാനം നൽകണമേ. ഈശോയേ 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 എന്നിൽ സമാധാനം നൽകണമേ. കൃപ നൽകണമേ. ഈശോയേ ഈശോയേ എന്നിൽ കൃപ നീ നൽകണമേ. ഈശോയേ ഈശോയേ എന്നിൽ കൃപ നീ നൽകണമേ. ദാഹത്തോടെ ഈശോയേ ഈശോയേ കൃപ നൽകണമേ. എന്നിൽ കൃപ നീ നൽകണമേ. ഈശോയേ ഈശോയേ വിശ്വാസം തരണമേ. എന്നിൽ വിശ്വാസം നൽകണമേ. ഈശോയേ ഈശോയേ എന്നിൽ വിശ്വാസം നൽകണമേ. അങ്ങേ മക്കളാക്കണമേ. ഈശോയേ ഈശോയേ എന്നെ അങ്ങയുടെ മകനാക്കണേ. ഈശോയേ ഈശോയേ എന്നെ മകനാക്കണമേ. എന്നെ അങ്ങയുടെ മകനാക്കണേ. ഈശോയേ ഈശോയേ എന്നെ മകനാക്കണമേ. എന്നെ അങ്ങയുടെ മകനാക്കണേ. ഈശോയേ 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 മകളാക്കണമേ. എന്നെ അങ്ങയുടെ മകളാക്കണേ. ഈശോയേ ആത്മാവിനെ തരണമേ. ഈശോയേ എന്നിൽ ആത്മാവിനെ നിറയ്ക്കണമേ. ഈശോയേ ഈശോയേ ആത്മാവിൽ നിറയ്ക്കണമേ. എന്നിൽ ആത്മാവിനെ നിറയ്ക്കണമേ. ചേർന്ന് പാടാം. ഈശോയേ ഈശോയേ എന്നിൽ ആത്മാവിനെ നിറയ്ക്കണമേ. ആവശ്യത്തോടെ ഏറ്റുപാടാം. ഈശോയേ ഈശോയേ ആത്മാവിനെ നിറയ്ക്കണമേ. എന്നിൽ ആത്മാവിനെ നിറയ്ക്കണമേ. ഈശോയേ 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 സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയേ 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 എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയേ 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 ജ്ഞാനം കൊണ്ട് എന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയേ 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 എന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയേ 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 ജ്ഞാനം കൊണ്ട് എന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയേ 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 എന്നെ ജ്ഞാനം കൊണ്ട് എന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. കുമ്പിടുന്നു കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക
കുമ്പിടുന്നു കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ 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 വിശ്വാസത്തോടെ ദിവ്യനായക സവിതേ സ്നേഹത്തോടെ ദിവ്യനായക സവിതേ ക്ഷമയോടെ ദിവ്യനായക സവിതേ വിശുദ്ധിയോടെ ദിവ്യനായക സവിതേ വിനയത്തോടെ ദിവ്യനായക സവിതേ തീഷ്ണതയോടെ ദിവ്യനായക സവിതേ പരസ്പര സ്നേഹത്തോടെ ദിവ്യനായക സവിതേ പ്രത്യാശയോടെ ദിവ്യനായക സവിതേ ശരണത്തോടെ ദിവ്യനായക സവിതേ സ്നേഹത്തോടെ ദിവ്യനായക സവിതേ വിശ്വാസത്തോടെ ദിവ്യനായക സവിതേ കുമ്പിടുന്നു കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ ദിവ്യനായക സവിതേ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയേ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ ഈ സമയം നമ്മയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന നമുക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കണം, ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയാണ് ഈ സമയം ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ എന്നെയും നിങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തത്. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ
നമ്മയൊക്കെ കൂട്ടിച്ചേർത്തത്. കാരണം പരിശുദ്ധ അമ്മ ഒരുപാട് ബന്ധങ്ങളെ, ഒരുപാടിടങ്ങളിൽ മറ്റുള്ളവരുടെ മനുഷ്യഹൃദയങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുള്ള വ്യക്തിയാണ്. മനുഷ്യഹൃദയങ്ങളെ മനസ്സിലാക്കി അവിടെ ഹൃദയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഹൃദയത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധമ്മ. അതിനുദാഹരണമാണ് കാനായിലെ കല്യാണ വിരുന്ന്. ആ സമയത്ത് യേശുവിൻ്റെ അമ്മ വന്ന് ഈശോയുടെ ഹൃദയത്തിലേക്ക്, ആ ഭവനത്തിലായിരിക്കുന്ന അംഗങ്ങളുടെ ഹൃദയത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് വലിയ ഒരു വഴിയും വലിയൊരു സന്തോഷവും പകർന്നു നൽകുന്ന പരിശുദ്ധമ്മയെ കാണുന്നുണ്ട്. ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈശോയോട് അടുത്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, അതിനേറെ സ്നേഹിക്കുന്ന, താല്പര്യപ്പെടുന്ന അമ്മയാണ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോടൊപ്പം, ഈശോയുടെ കൂടെ, ഈശോയുടെ സ്നേഹത്തോട് കൂടെ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന ജീവിതമാക്കി മാറ്റണമേ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ, നമ്മുടെ ജീവിത നിയോഗങ്ങളെ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള വലിയ വിശ്വാസത്തോടെ ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ, 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 ആവേ മരിയ. ഈ സമയം നമ്മൾ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുന്നത് സഭയിൽ ഒരുപാട് നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി, കുടുംബജീവിതത്തിലേക്കും സന്യാസ സമർപ്പണ ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കുമൊക്കെ നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഈ സമയം ആത്മാർത്ഥമായി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കാം. ഒരുപാട് യുവജന ഹൃദയങ്ങൾ എനിക്ക് ഒരു കുടുംബജീവിതം വേണ്ട, എനിക്കൊരു സന്യസ്ത ജീവിതം വേണ്ട, എനിക്കൊരു പൗരോഹിത്യ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുന്ന ചില ഹൃദയങ്ങളൊക്കെയുണ്ട്. ഈ സമയം പ്രത്യേകമായി അവരുടെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, സന്യാസ പൗരോഹിത്യ ജീവിതത്തിലായിക്കൊള്ളട്ടെ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ അവർക്ക് വേണ്ടി നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, അങ്ങയുടെ പ്രിയസുതനായ ഈശോയുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ, 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 ആവേ മരിയ. പരിശുദ്ധമേ, പ്രത്യേകമായി ഈ സമയങ്ങളിലെല്ലാം സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വിളി തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആ ജീവിതങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും ജീവിത മേഖലകളിൽ അവരുടെ ബന്ധുമിത്രാദികളെയും പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെയും അവരുടെ ഇടവക വികാരിമാരെയും സുഹൃത്തുക്കളെയും എല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ. ഈശോയെ, തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈശോയോട് ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാനുള്ള വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് നടന്നു വരുന്ന മക്കളെ എല്ലാ തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും, ആധ്യാത്മികവും ഭൗതികവുമായ മാനസികവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ആ മക്കളെ കാത്ത് സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമ്മേ, വൈദികരുടെ രാജ്ഞി, സന്യസ്തരുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി, ഈ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ, 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 ആവേ മരിയ. ഈശോയുടെ സന്നിധിയിൽ ഈ സമയം നമുക്ക് ശാന്തമായി ഈശോയെ മാത്രം നോക്കിക്കൊണ്ട്, ഈശോയെ ധ്യാനിച്ചുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയെ നോക്കി അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ഈ സമയങ്ങളിലായിരിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 7-ാമത്തെ അധ്യായമാണ്. ദാനിയേലിൻ്റെ ദർശനങ്ങൾ. ബാബിലോൺ രാജാവായ ബെൽഷാസറിൻ്റെ 1-ാം ഭരണവർഷം ദാനിയേലിന് ഉറക്കത്തിൽ ഒരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി. അവൻ ആ സ്വപ്നം എഴുതിയിടുകയും അതിൻ്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു. ദാനിയേൽ പറഞ്ഞു. പിന്നെ നമ്മൾ വായിക്കുന്നത് ദാനിയേൽ അന്ന് കണ്ട സ്വപ്നത്തിൻ്റെ വിവരണമാണ്. പക്ഷേ ഈ സ്വപ്നത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾക്ക് ശേഷം ദാനിയേൽ വളരെ ഉത്കണ്ഠാകുലനായി. ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അവിടെ നിന്നിരുന്നവരിൽ ഒരുവനെ സമീപിച്ച് ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ വ്യാഖ്യാനം അവർ എനിക്ക് പറഞ്ഞു തന്നു. ദാനിയേൽ കഴിഞ്ഞ നാളുകളിലൊക്കെ രാജാവിനുണ്ടായിരുന്ന ദർശനങ്ങൾക്കൊക്കെ വ്യാഖ്യാനം നൽകിയിരുന്ന ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു സ്വപ്നത്തിന് വ്യാഖ്യാനം, തൻ്റെ ജീവിതത്തിൽ കണ്ട ദർശനത്തിന് വ്യാഖ്യാനം ലഭിക്കാനായി അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ എന്നോണം
ആ വ്യാഖ്യാനം തൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയും നാൾ നമ്മൾ ദാനിയേൽ ആയിരുന്നു വ്യാഖ്യാനങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നതും പറഞ്ഞു കൊടുത്തിരുന്നതും. എന്നാൽ ഇവിടെ ദാനിയേലിന് ചുറ്റും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവഭക്തിയിൽ വിശുദ്ധമായ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള ഒരുപാട് പേർ, ഒരുപാട് യുവജനങ്ങൾ, ഒരുപാട് പേർ ദാനിയേലിനൊപ്പം ഉണ്ടായിരുന്നു എന്നതിനൊരു തെളിവാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ദാനിയേലിൻ്റെ ഒപ്പം നമ്മൾ ആരുടെ കൂടെ നമ്മൾ ജീവിക്കുന്നുവോ ആ ജീവിതത്തിൻ്റെ വലിയ ഒരു ആകർഷണവും വലിയ ഒരു പ്രചോദനമൊക്കെ ആ ജീവിതങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കും. ഒരു നല്ല വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ നൽകാൻ സാധിക്കും. ഒരുപക്ഷെ ചീത്ത സ്വഭാവമുള്ള വ്യക്തിയുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ പെരുമാറുന്നതെങ്കിൽ അവിടെ ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ വിശുദ്ധാത്മാവ് കൂടെയുള്ള, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുള്ളവരായിരുന്നത് കൊണ്ടാണ് അത് വ്യാഖ്യാനിക്കാനേ സാധിച്ചത്. നമ്മുടെ ജീവിതങ്ങളും ദാനിയേലിനെ പോലെ, ദാനിയേലിന് ചുറ്റുമുണ്ടായിരുന്ന നല്ല മക്കളെ പോലെ നമുക്ക് നമ്മുടെ ജീവിതങ്ങൾക്ക് ചുറ്റും ദൈവഭയമുള്ള, ദൈവത്തെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകട്ടെ. അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ദർശനത്തിൻ്റെ വിശദീകരണം. ഞാൻ ദാനിയേൽ എൻ്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായി, ഞാൻ വിവർണനായി, എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. ഈ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വിഷമിച്ചിരുന്ന ദാനിയേലിനെ ദൈവം സുഹൃത്തുക്കളിലൂടെ, ഒപ്പമുണ്ടായിരുന്നവരുടെ കൂടെ വലിയ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. ദൈവത്തോടു കൂടി ജീവിക്കുന്നവർക്ക്, ദൈവത്തെ ധ്യാനിച്ച് ജീവിക്കുന്നവർക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവർക്ക്, അവിടുത്തെ ഹൃദയത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയൊരു സമൂഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപകൾ വ്യക്തികളിലൂടെ അവരെ സഹായിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദാനിയേലിനെ പോലെ ഒരുപാട് വിശുദ്ധാത്മാക്കൾ സുഹൃത്തുക്കളുള്ള, വിശുദ്ധമായ ആത്മാവുള്ള സുഹൃത്തുക്കൾ നമുക്കും നേടാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മോടൊപ്പമായിരിക്കുന്നവരെയെല്ലാം വിശുദ്ധരാക്കി, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാക്കി, സുഗന്ധം പരത്തുന്നവരാക്കി, പ്രകാശം പരത്തുന്നവരാക്കി തീർക്കാനുള്ള വലിയ അനുഗ്രഹത്തിനായി ആത്മാർത്ഥമായി ഇനിയുള്ള സമയം പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന സമയങ്ങളിൽ നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ട് ആ ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ ആരാധിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്താനും പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഒരുപാട് കൃപകളും നിറവുകളും അഭിഷേകങ്ങളും ഒരുപാട് തീഷ്ണതയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് തരണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നല്ല ദൈവങ്ങളിൽ ഉണ്ടാകണമേ. ദൈവങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി തരണം എന്നുള്ള വലിയ പ്രാർത്ഥനകൾ, നമ്മുടെ കൊച്ചു മറ്റ് നിയോഗങ്ങളെല്ലാം വചനവുമായി ചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വചനത്തെ കേൾക്കുന്നതിലൂടെ, നമ്മളെ ഏറ്റുപറയുന്നതിലൂടെ, ശ്രവിക്കുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് ഈ സമയം ആത്മാർത്ഥമായി ഈശോയെ നോക്കി വചന വിചിന്തനത്തിലൂടെ, ചിന്തകളിലൂടെ വചനത്തിൻ്റെ ശക്തിയോടൊപ്പം അവിടുത്തെ ആരാധിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം തിരുവചനം. വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. സ്നേഹമുള്ളവരെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൽപ്പനകളിൽ ഒന്നാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ളത്. പക്ഷേ സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള മനോഭാവം പ്രകാരമാണ്. പലപ്പോഴും നമ്മുടെ ചിന്താഗതി അവർക്ക് നമ്മേക്കാൾ അറിവ് കുറഞ്ഞവരായിരിക്കും എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും നമ്മളെ അലട്ടുന്നുണ്ട്. പക്ഷേ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലൂടെ നാം ശ്രവിക്കുന്നു, പിതാവിൻ്റെ ഉപദേശം ശ്രവിക്കുക. അതെ, അവർ എത്രമാത്രം അറിവില്ലാത്തവരാണെങ്കിലും അവരുടെ അനുഭവത്തിൻ്റെ കാര്യത്തിൽ അവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ്. ഈശോ പോലും തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചു. കേവലം മനുഷ്യരായിരുന്നു നമ്മുടെ മാതാവായ മറിയവും യൗസേ പിതാവും. പക്ഷെ അവരുടെ ഉപദേശം ഈശോ ശിരസാ വഹിച്ചു.
സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ബഹുമാനിക്കാം. ഈശോയെ, ഞങ്ങളെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനുള്ള ആ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ആ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുവാനുള്ള മാനദണ്ഡം ഹൃദയശുദ്ധി പ്രാപിക്കുക, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഒരുപാട് വിശുദ്ധർ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ എപ്പോഴും എല്ലാ നിമിഷവും ദർശിച്ചു കൊണ്ടിരുന്ന അനേകം വിശുദ്ധർ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഭാരതത്തിലും ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. ചാവറയച്ചനും അൽഫോൻസാമയും യൂപ്രാസ്യമ്മയും മറിയം ത്രേസ്യായും ദേവസഹായം പിള്ളയും പിന്നെ ഒരുപാട് വാഴ്ത്തപ്പെട്ട വിശുദ്ധരും ഒക്കെ നമ്മുടെ ഭാരതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ ഏതു സമയവും ദൈവത്തെ ദർശിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുത്തെ കാണുവാനും ഒക്കെ സാധിക്കും. ഈശോയെ, വലിയ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, അങ്ങ് നൽകുന്ന ആ വലിയ ദാനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി വാഴ്ത്തി പാടുന്നു. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. തിമോഥെയോസിന് എഴുതപ്പെട്ട ലേഖനം 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം തിരുവചനം. യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. നമുക്കറിയാം പടയാളികൾ എന്തുകൊണ്ടാണ് സഹനം ഏറ്റെടുക്കുന്നത്. അത് നല്ലൊരു ഭാവിക്കായിട്ടാണ് പടയാളികൾ സഹനങ്ങൾ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധീകരണത്തിന് സഹനം അത്യാവശ്യമാണ്. പലപ്പോഴും നമുക്കുണ്ടാവുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മെ വിശുദ്ധീകരിക്കുന്നതിനായി ഈശോ നൽകുന്നതാണ്. സ്നേഹമുള്ളവരെ, സഹനത്തിൽ സ്ഥിരതയോടുകൂടി ആയിരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ സഹനങ്ങളിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, അങ്ങ് നൽകുന്ന വലിയ ദാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി വാഴ്ത്തി പാടുന്നു. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനം. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, നമുക്കറിയാം തിരുവചനത്തിലേക്ക് കണ്ണുകൾ ഓടിക്കുമ്പോൾ ഒരുപാട് പാപികളായ വ്യക്തികൾ ഈശോയുടെ വചനങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ട് അവിടുത്തെ അടുക്കിലേക്ക് എത്തിച്ചേർന്നു. സക്കേവൂസ് ഈശോയെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. പാപിനിയായ മറിയം ഈശോയുടെ മുൻപിൽ മുട്ടുകൾ കൊത്തി
ഈശോയുടെ മുൻപിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. സ്നേഹമുള്ളവരെ, പാപത്തിൽ നിന്ന് പിന്മാറിയവരുടെ ചരിത്രമെല്ലാം വിശുദ്ധി നിറഞ്ഞ ചരിത്രമാണ്. അവരുടെ ജീവിതമെല്ലാം അനുഗ്രഹീതമായി തീർന്നു. സ്നേഹമുള്ളവരെ, പാപത്തിൽ നിന്ന് നാം വിട്ടുനിൽക്കുമ്പോൾ, അതിൽ നിന്ന് നാം മാറി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹീതമായി തീരും. ഈശോയെ, ഞങ്ങളുടെ പാപം നിറഞ്ഞ ജീവിതം ഉപേക്ഷിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് നൽകുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി വാഴ്ത്തി പാടുന്നു. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പാടാം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. ഈശോയുടെ സന്നിധിയിൽ ഏറെ സ്നേഹം നിറഞ്ഞ് നന്ദിയോടെ ഈ ആരാധനയുടെ ഈ അവസാന നിമിഷങ്ങളിൽ ഈശോയെ സ്നേഹിച്ച്, ഈശോയെ ആരാധിച്ച്, ഈശോയെ മഹത്വപ്പെടുത്തി സ്വന്തം ജീവിതത്തെ ബോധപൂർവം ക്രമപ്പെടുത്താനും തിരഞ്ഞെടുക്കാനും, അതുപോലെ തന്നെ അവിടുന്ന് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറയാനും ഈ സമയം സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി എന്ന് ഹൃദയത്തിൽ ആവർത്തിച്ച് നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. തീർച്ചയായും അങ്ങയുടെ വലിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സമയമൊക്കെ അങ്ങേ ആരാധിക്കാനും സ്തുതിക്കാനും സാധിച്ചത്. ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങൾ പരിശുദ്ധമ്മ വഴി എങ്കിൽ സമർപ്പിക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൽപിതാവേ, നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. യേശുനാഥ, നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. പാവനാത്മാ, നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു.